ഈ വർഷം തുടക്കം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിലൂടെയാണ്. സെക്കൻഡ് ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സച്ച് എ നൈസ് ഫിലിം. എനിക്ക് തോന്നുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഭാഗപ്പെടുന്ന ഫിലിമാണ്. പിന്നെ താണ്ടി ഒരുപാട് പോലത്തെ സൂപ്പർ ഹിറ്റ് ഫിലിംസ് കണ്ടിട്ട് നമുക്ക് ഈ ഡയറക്ടറെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഡയറക്ടർ ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറക്ടറുടെ മൂവിയിലേക്ക് ഒരു ചെറിയ അവസരമാണെങ്കിൽ പോലും കിട്ടിയപ്പോൾ സോ ഹാപ്പി. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ന്യൂ ഇയറിൽ ഫസ്റ്റ് മൂവി റിലീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഹിന്ദി സിനിമയുടെ ടൈറ്റിൽ പറയുന്ന പോലെ കബി ഖുഷി കബി ഗമ്മാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് കൂടുതൽ സന്തോഷം വരുമ്പോഴും ഹാൻഡിൽ ചെയ്യുക, കൂടുതൽ ദുഃഖം വരുമ്പോഴും ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ പോവുക. അപ്പം ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ആക്ടിംഗ് ആണ്. അതിൻ്റെ ഒരു സാഡ്നെസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കയുടെ പടമാണ്. നേര്, തലവൻ, നുണക്കുഴി, പല്ലൊട്ടി, പിന്നെ മാർക്കോ എല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഫിലിംസ് തന്നെയായിരുന്നു കൂടുതലും ചെയ്തത്. ഓരോ വർഷം നമ്മൾ സ്വയം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഹായ് ഹലോ, വെൽക്കം ടു 90s യാർ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ആക്ട് ഡയറക്ടർ ആണ്, ആൻഡ് എക്സലന്റ് ആക്ടർ. സോ ലെറ്റ്സ് വെൽക്കം ദിനേശ് പ്രഭാകർ. ചേട്ടാ, വെൽക്കം ടു 90s യാർ. സോ നമ്മുടെ 90s യാറിലെ ഫസ്റ്റത്തെ ഗസ്റ്റ് ആണോ? ആണോ? അതെ. സോ ഹാപ്പി ദാറ്റ് യു കം ഹിയർ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ വർഷമാണെന്നുള്ളതാണ് വിശേഷം. 2025 ന്യൂ ഇയർ. അപ്പോൾ പുതിയ പ്രോജക്ട്സിനെ കുറിച്ചിട്ടെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പുതിയ വർഷത്തിൽ കൂടുതൽ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തകളിലാണ്. കഴിഞ്ഞ വർഷം അവസാനം ഒരു ഹിറ്റ് ചിത്രത്തോടുകൂടിയാണ് അവസാനിപ്പിച്ചത്. മാർക്കോ എന്ന് പറയുന്ന മൂവി December 20th റിലീസായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതുവർഷത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എല്ലാ വർഷവും തുടങ്ങുമ്പോൾ നമ്മൾ പൊതുവെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഹാപ്പിനെസ് ഇങ്ങനെ ഏത് ലെവലിൽ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തിൽ പടങ്ങളുടെ എണ്ണം കുറവായിരുന്നു, പക്ഷേ അതെ, സക്സസ് ആയിട്ടുള്ള ഫിലിംസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം. കഴിഞ്ഞ വർഷം അല്ലാതെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, കഴിഞ്ഞ വർഷം എനിക്ക് തുടങ്ങിയത് ലാലേട്ടന്റെ ഫിലിമായിരുന്നു. നേര് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. നേര്, തലവൻ, നുണക്കുഴി, പിന്നെ പല്ലൊട്ടി, പിന്നെ മാർക്കോ എല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഫിലിംസ് തന്നെയായിരുന്നു കൂടുതലും ചെയ്തത്. ഓരോ വർഷം നമ്മൾ സ്വയം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതെ അതെ. ഇപ്പൊ പുതുവർഷത്തില് ഫസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് ഡൊമിനിക് ആണ്. ഇപ്പോ അടുത്ത ദിവസം തന്നെ റിലീസ് ആവാൻ പോവാണ്. 2002 ചേട്ടൻ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മീശമാധവൻ എന്ന് പറയുന്ന മൂവിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്, ലൈക്ക് ഡൊമിനിക്കിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. സോ വാട്ട് യു ഫീൽ? അതായത് ഈ ഒരു ജേർണി എങ്ങനെയുണ്ട്? അതായത് ഒരു പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. സോ ഫാർ ജേർണി ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ലൈഫിലുള്ള പോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ കരിയറിലുണ്ടാവും. ഹിന്ദി സിനിമയുടെ ടൈറ്റിൽ പറയുന്ന പോലെ കബി ഖുഷി കബി ഗമ്മാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് കൂടുതൽ സന്തോഷം വരുമ്പോഴും ഹാൻഡിൽ ചെയ്യുക, കൂടുതൽ ദുഃഖം വരുമ്പോഴും ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ പോവുക. സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നമ്മുടെ ഭാഗ്യവും സമയവും എല്ലാം പോലെ ഇരിക്കും. നമ്മൾ ചെന്നപ്പെടുന്ന പ്രോജക്റ്റുകൾ എല്ലാം നന്നാവണം, ഹിറ്റാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ലക്കിലി കഴിഞ്ഞ വർഷം അഭിനയിച്ച പടങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് 95% സക്സസ് ഫിലിംസ് ആയിരുന്നു. ഈ വർഷം തുടക്കം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിലൂടെയാണ്. അതിൻ്റെ ഒരു സാഡ്നെസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കയുടെ പടമാണ്. സെക്കൻഡ് ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് സച്ച് എ നൈസ് ഫിലിം. എനിക്ക് തോന്നുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഭാഗപ്പെടുന്ന ഫിലിമാണ്. കുറച്ച് ഫൺ എലമെന്റ്സ് ഉണ്ട് അതിലിപ്പോൾ. മമ്മൂക്കയും ഗോകുലൊക്കെയാണ് പ്രധാന വേഷങ്ങൾ. ഞാൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൂവി. വലിയ ക്യാരക്ടറൊന്നും അല്ല, എൻ്റെ ഒരു ചെറിയ ക്യാരക്ടറാണ്. ബട്ട് ഇറ്റ്സ് ലൈക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഗൗതം അതാ പറഞ്ഞ ആ പേര് തന്നെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. അത് ഡൊമിനിക് എന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരു കഥാപാത്രവും ഒരു ലേഡീസ് പേഴ്സിന്റെ തുടർന്നുണ്ടാകുന്ന അന്വേഷണവുമാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഗൗതം സാറിന്റെ ഫിലിം ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക കൈൻഡ് ഓഫ് ഫിലിം മേക്കിങ്ങും എല്ലാം ആണല്ലോ ഗൗതം സാറിന്റെ. ഞാൻ പുള്ളിയുടെ വലിയ ഫാനാണ് ഗൗതം സാറിന്റെ. വാരണമായിരവും അല്ലെങ്കിൽ പിന്നെ താണ്ടി ഒരുപാട് പോലത്തെ സൂപ്പർ ഹിറ്റ് ഫിലിംസ് കണ്ടിട്ട് നമുക്ക് ഈ ഡയറക്ടറെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഡയറക്ടറുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടറുടെ മൂവിയിലേക്ക് ഒരു ചെറിയ അവസരമാണെങ്കിൽ പോലും കിട്ടിയപ്പോൾ സോ ഹാപ്പി. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ന്യൂ ഇയറിൽ ഫസ്റ്റ് മൂവി റിലീസായിട്ടാണ് വരാൻ പോകുന്നത്.
ആ സാറുമായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ഗൗതം വാസുദേവ് സാറിന്റെ മൂവിയിൽ ആക്ട് ചെയ്യണം എല്ലാവരുടെയും ഭയങ്കര പ്രശസ്ത അപ്പം ഇപ്പൊ ചേട്ടൻ അത് കിട്ടി, സോ ഹാപ്പി, സോ ഹാപ്പി. അപ്പം ഇനി അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന്റെ കൈൻഡ് ഓഫ് മൂവി ആണോ ഇതെന്ന്, അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് മൂവിയാണത്. അദ്ദേഹത്തിന്റെ നമ്മൾ കണ്ടിരിക്കുന്ന കൂടുതൽ മൂവീസ് റൊമാൻറ്റിക് മൂവീസ് ഒക്കെ ആണല്ലോ, റോം കോം ടൈപ്പ് ഒക്കെ ആയിരിക്കും. ഇത് ടോട്ടലി ഒരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ്. അപ്പോൾ പക്ഷേ പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് പടത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗതം സാറിന്റെ ഇനിയും ഇഷ്ടംപോലെ എല്ലാ പടത്തിലും അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. അതെ, അപ്പോൾ പറയാമെങ്കിലും കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ആ പടത്തിലേക്ക് എത്തിപ്പെടുന്നത്. എനിക്കങ്ങനെ പുള്ളിയായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മൂട്ടി സാറിന്റെ കമ്പനിയിലുള്ള ചിലരുടെ സഹായത്തോടുകൂടിയാണ് പുള്ളിയുടെ മുമ്പിൽ എത്തുന്നത്. പക്ഷെ എത്തിക്കഴിയുമ്പോൾ ഈ നോസ് മീ അങ്ങനെ ക്യാരക്ടറിനൊന്ന് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചേട്ടൻ ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടറിലേക്ക് പോവുകയാണെങ്കിൽ ഇതെന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണോ, അതായത് ഞാനും ഇപ്പൊ പറയുന്ന കാസ്റ്റിംഗ് ഇതിനൊക്കെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ടൊരു ഇത് ചോദിക്കുന്നതാണ്. ഇപ്പം ഒരുപാട് കുട്ടികൾ കാസ്റ്റിംഗ് ഡിറക്ഷൻ, കാസ്റ്റിംഗ് കോൾ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകുന്നുണ്ട്. എവിടെ കാസ്റ്റിംഗ് കോൾ കണ്ടാലും പോകുന്നുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു ആഡിന്റെ ഭാഗമായിട്ട്, മൂവിയുടെ ആഡിന്റെ ഭാഗമായിട്ട് അവർ കാസ്റ്റിംഗ് ചെയ്യും. പിന്നെ പൈസ കൊടുത്തിട്ട് കാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യണം. സോ ബീങ് എ വെരി വെരി എക്സ്പീരിയൻസ് പേഴ്സൺ ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ, ചേട്ടൻ ഇപ്പൊ വരുന്ന ഈ ഒരു യങ്സ്റ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? ലൈക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഞാൻ 2013 തിര എന്ന് പറയുന്ന മൂവിയിലാണ് കാസ്റ്റിംഗ് ചെയ്തത്. എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിനു മുമ്പ് ആളുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈറ്റിലിൽ ഒരു പേര് എഴുതി വന്നത് അങ്ങനെ ആയിരിക്കാം. വളരെ കുറച്ചു കാലം ഞാൻ കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 2017 ആയപ്പോഴത്തേക്കും കാസ്റ്റിംഗ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഐ എം ഡൂയിങ് അഡ്വർടൈസ്മെന്റ്സ്, ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്രം 2002-03 മുതൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ്സ് ചെയ്യാം. ഫിലിം കാസ്റ്റിംഗ് ആണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോ ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഇറ്റ് വാസ് ക്വൈറ്റ് നോർമൽ, അല്ലെങ്കിൽ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് അതിനെ കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് മോസ്റ്റ് കോമൺ തിങ് ആയി കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞാൽ. ഈച്ച് ആൻഡ് എവറി ഫിലിമിന് കാസ്റ്റിംഗ് കോൾ ഉണ്ട്. ആ ടീമിന്റെ ക്രൂ തന്നെയാണ് കാസ്റ്റിംഗ് കോൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് അത് പടത്തിനൊരു പബ്ലിസിറ്റിയാണ്. ഇങ്ങനെ ഒരു പടത്തിന്റെ കാസ്റ്റിംഗ് കോൾ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ആ പടത്തിനൊരു പബ്ലിസിറ്റി ആയി. ചിലപ്പോൾ ആ പടത്തിലേക്കുള്ള മെയിൻ കാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ സെക്കൻഡറിയോ തേർഡ് ലെവലിലോ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ തിങ്സ് എപ്പോഴും സെക്കൻഡറി അല്ലെങ്കിൽ തേർഡ് ലെവലിലുള്ള കാസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറൊക്കെ കൂടി ഇരുന്ന് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. അൺടിൽ അൺലെസ് ഇറ്റ്സ് പുതുമുഖങ്ങളുടെ മൂവി ആണെങ്കിൽ തിങ്സ് ആർ ഡിഫറെൻറ്റ്. അതർവൈസ് കാസ്റ്റിംഗ് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് വെച്ച് പൈസ പിരിക്കുന്ന ആൾക്കാരുണ്ട്, ഫേക്ക് കാസ്റ്റിംഗ് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഫെഫ്ക ഇപ്പോൾ ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പടത്തിന് കാസ്റ്റിംഗ് കോൾ ഇടണമെങ്കിൽ ഫെഫ്കയുടെ അണ്ടറിൽ ബാനർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ അംഗമായിട്ടുള്ള ഒരാളുടെ മൂവിക്ക് മാത്രമേ ഓതറൈസ്ഡ് കാസ്റ്റിംഗ് ഉള്ളൂ. അപ്പോൾ അത് ബിഫോർ ഗോയിങ് ഫോർ ദ ഓഡീഷൻ നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യണം. ഇത് ഫെഫ്ക അംഗീകൃത പ്രൊഡക്ഷൻ കമ്പനിയാണോ, മറ്റേ പ്രൊഡ്യൂസർ അങ്ങനെയുള്ള ആളാണോ, ആരാണ് വിളിക്കുന്നത്. അപ്പോൾ ജെന്യൂൻ കേസാണെന്ന് തോന്നിയാൽ മാത്രമേ പോകുമ്പോൾ, അല്ലാതെ പോയി പൈസ കൊടുക്കുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് ഇരയാവുകയോ ചെയ്താൽ പിന്നെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. പക്ഷെ അതിന് ഈ അസോസിയേഷന്റെ ഒന്നും പിന്നെ ഹെൽപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെഫ്ക അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആയിട്ടുള്ള ഒരു ഫിലിമും ഇറക്കിയിരുന്നു, പബ്ലിക് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ തന്നെ ചാടി കയറി പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്യാതെ എന്താണ് ഏതാണെന്നൊന്ന് അന്വേഷിക്കുക. അപ്പോൾ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ള നിരവധി ആളുകളുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു എവിടെയെങ്കിലും ഒരു കോൾ കാണുമ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് അതിലേക്ക് അട്രാക്ട് ആകും. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് അന്വേഷിക്കുക, ഇത് ജെന്യൂനാണോ, പരിചയമുള്ളവരോട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമുള്ള ഫീൽഡിൽ നിൽക്കുന്ന ആരോടെങ്കിലും വിളിച്ച് ചോദിക്കുക, അതിനുശേഷം പോകുക എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മുമ്പേ അതുപോലത്തിലേക്ക് പോവുകയാണെങ്കിൽ ചേട്ടന്റെ എന്താ പറയാ, സിനിമയോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മോഹം കാരണം കൊണ്ട് സ്റ്റഡീസ് സ്കിപ്പ് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൻഡ് യു ആർ നോ എ സക്സസ്ഫുൾ ആക്ടർ മാത്രമല്ല, യു ആർ എവറിത്തിങ്. ഡബിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ആർട്ടിസ്റ്റിന് ലൈക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന് തമിഴ് എവിടെ ചെയ്യാത്തതായിട്ട് ഇല്ല. സോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? ഡബിങ് ആണോ, ആസ് എൻ ആക്ടർ ആണോ, അല്ലെങ്കിൽ ചേട്ടൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ചേട്ടൻ്റെ ആഡ് മേക്കിങ്ങിലാണോ? ബേസിക്കലി നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റഡീസ് ഉപേക്ഷിച്ചതിന് വേണ്ടി പോയതല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്റ്റഡീസ് കയ്യിൽ നിന്ന് പോയി, എല്ലാം ഇങ്ങനെ ഒന്നിലേക്ക് ലീഡ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ആത്യന്തികമായി ചിലപ്പോൾ മനസ്സിലേത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. അത് ലീഡ് ചെയ്ത് ഇങ്ങനെ എത്തിയതായിരിക്കും. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ആക്ടിങ് ആണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ ആക്ടിങ്ങിൽ മാത്രമായിട്ട് കുറെ കാലം അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിലേക്ക് വന്നത് ഡബിങ്ങിലൂടെയാണ്. അപ്പൊ ഡബിങ് പഠിച്ചിരുന്നു. അപ്പൊ ഡബിങ് നല്ല പ്രാവീണ്യമുണ്ട്. അപ്പൊ തുടങ്ങിയപ്പോഴും ഡബിങ്ങിലൂടെയാണ് തുടങ്ങിയത്.
കാരണം അന്നാരെ പരിചയമില്ല. ഈ പറഞ്ഞ പോലെ അന്ന് കാസ്റ്റിംഗ് കോളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ പോലും ഇല്ല. അപ്പോൾ ഒരാളെ പരിചയപ്പെടണമെങ്കിൽ നമുക്ക് ആരെങ്കിലും നേരിട്ട് തന്നെ മീറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു അവസരമായിരുന്നു ഡബ്ബിങ്. ഡബ്ബിങ്ങിന്റെ സമയത്ത് ഒബ്വിയസ്ലി ഡയറക്ടേഴ്സ് വരും. അപ്പോൾ നമുക്ക് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാം, അവരോട് സംസാരിക്കാം. അങ്ങനെ ഡബ്ബിങ്. അതിനു മുമ്പ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു, മിമിക്രിയും നാടകവും എല്ലാം ആയിരുന്നു. സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച്, അങ്ങനെ സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് സിനിമയിൽ ട്രൈ ചെയ്യുന്നു. അതിൽ ചിലരൊക്കെ എത്തി, ചിലരൊക്കെ എത്തിയില്ല. അങ്ങനെ നാടകത്തിൽ നിന്ന് ഡബ്ബിങ്ങിലെത്തി, ഡബ്ബിങ്ങിൽ നിന്ന് സിനിമയിലെത്തി. സിനിമയിലെത്തി കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടാതെ വന്ന സമയത്താണ് കുറച്ച് കാലം അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഫിലിംസ് ചെയ്യാമെന്നൊരു പ്ലാൻ വന്നു. അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഫിലിംസ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ഫിലിം ഡയറക്ടറായി, ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഡബിങ് ആർട്ടിസ്റ്റായി, അഭിനയിക്കാൻ പോകുമ്പോൾ അഭിനേതാവായി. അപ്പോഴാണ് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ചോദിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്ത് പരിചയമുണ്ട്. അങ്ങനെ കാസ്റ്റിംഗ് തുടങ്ങി. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് എന്നുള്ളൊരു പേര് വന്നു. പിന്നെ 1-2 പ്രോജക്റ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ പ്രോജക്ട് ഡിസൈനറൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ അങ്ങനെ ഒരു പേര് വന്നു. പിന്നെ 1-2 പടങ്ങൾക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയും ഒരു പേര് വന്നു. ഇതെല്ലാം ഈ നമ്മൾ പറയില്ല, വലയെന്ന് പോയാലും കുളത്തിൽ നിന്ന് പോയതെന്ന് പറഞ്ഞ പോലെ ഇത് ഒരു മീഡിയ സർക്കിളാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒബ്വിയസ്ലി ആക്ടിംഗ് ആണ്. പിന്നെ ഡയറക്ഷനും താല്പര്യമുണ്ട്. പക്ഷെ അത് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മേ ബി ഭാവിയിൽ അങ്ങനെ സംഭവിച്ചേക്കാം. ചേട്ടൻ കുറേ വർഷം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്, സോ ഇപ്പോൾ ഉള്ള ഒരു ഫിലിം മേക്കിംഗ് ആൻഡ് ചേട്ടൻ വന്ന സമയത്ത് 2002 ഉള്ള ഒരു ഫിലിം മേക്കിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ വന്നപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിൽ ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി എല്ലാം ടെക്നിക്കൽ വശമാണെങ്കിൽ ഈസി ആയി. കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പം, ഇൻസ്റ്റഗ്രാമിലൊക്കെ പോലുള്ള ഇതൊക്കെ ഉണ്ട്. നിങ്ങളുടെ ടൈമിൽ അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ചേട്ടൻ എന്താ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് ചേട്ടൻ്റെ ഒരു ജേർണിയിൽ? ആ സമയത്ത് പറഞ്ഞ പോലെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. നമുക്ക് ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ല. ഫിലിമിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിജിറ്റലായി മാറി. അപ്പോൾ അന്ന് ഒരു ടേക്ക് തന്നെ 5-6 പ്രാവശ്യം പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യപ്പെടുമായിരുന്നു. കാരണം ഫിലിം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ ഡിജിറ്റലായി മാറിയതിനു ശേഷം ഉണ്ടായ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര ടേക്ക് വരെ വേണമെങ്കിലും പോകാൻ. കാരണം ഇത് ഡിജിറ്റലാണ്, പ്രത്യേകിച്ച് ഫിലിമൊന്നും തീരുന്നില്ല. അപ്പൊ അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല നമുക്ക് മോണിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വന്നു. അപ്പോൾ എല്ലാ മിസ്റ്റേക്കുകളും കണ്ടുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവിടെ കറക്റ്റ് ചെയ്യാം. മുമ്പ് വന്ന സമയത്ത് അങ്ങനെ ഒരു സാങ്കേതികത്വം ഇല്ല. ക്യാമറമാൻ മാത്രമാണ് ഈ കണ്ണിലൂടെ കാണുന്നത്, ഡയറക്ടർ നേരിട്ട് നോക്കി കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു ജഡ്ജ്മെന്റ് ആണ്, ഒരു കാൽക്കുലേഷനാണ്. അതിൽ കറക്റ്റ് ആവുമെന്നുള്ളൊരു വിശ്വാസം. പക്ഷെ അന്നും നല്ല സിനിമകൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് നെഗറ്റീവ് വാഷ് ചെയ്ത് പോസിറ്റീവായി റഷസ് വരുമ്പോൾ മാത്രമേ അവർ വിഷ്വൽ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ സ്ഥാനം തെറ്റിയിരിക്കണമെങ്കിൽ അതുപോലും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റീഷൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു മാർക്കിൽ വന്ന് നിൽക്കാത്തോ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണോ, ലുക്ക് മാറിപ്പോയിട്ടുണ്ടോ, ആള് കവറായിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സ് നമുക്ക് കറക്റ്റ് ചെയ്യാം. CGക്ക് വേണ്ട പോർഷൻസ് ഒഴിച്ചിടാം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ഈസി ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും ഫിലിം മേക്ക് ചെയ്യാന്നുള്ള അവസ്ഥയായി. കാരണം ഇപ്പോൾ പണ്ടൊരു ഡയറക്ടറുടെ കൂടെ 10 വർഷമൊക്കെ അസിസ്റ്റന്റായിട്ട് നിന്നതിന് ശേഷമാണ് ഒരാൾ പടം ചെയ്യുന്നത്. ഇന്നിപ്പോൾ അസിസ്റ്റന്റായി പോലും നിൽക്കാതെ ഡയറക്ടർ പടം ചെയ്യുന്നത്. കാരണം എവറി ഇൻഫർമേഷൻ യു വിൽ ഗെറ്റ് ഫ്രം എന്താ പറയുക, ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും. ഗൂഗിളിന്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് ഫിലിം മേക്കിംഗ് പഠിക്കാം, മൊബൈലിൽ വരെ എടുക്കാം. അപ്പോൾ അത്രയും മൊബൈലിൽ വരെ സിനിമ ഷൂട്ട് ചെയ്തല്ലോ. അപ്പോൾ അത്രയും ടെക്നിക്കലി നമ്മൾ വളർന്നുകൊണ്ട് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ സംഭവമൊന്നുമല്ല. ആർക്കും ഫിലിം മേക്കിംഗ് ഇപ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ഗുരുകുലത്തിൽ പഠിക്കണം, അങ്ങനത്തെ സിസ്റ്റം ഒക്കെ മാറി. ഈച്ച് ആൻഡ് എവരി വൺ ഈസ് എ ഫിലിം മേക്കർ. കാരണം നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി ആക്സിഡന്റ് നടന്നാൽ, അല്ലെങ്കിൽ ഒരു വന്യജീവിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടന്നാൽ ഒക്കെ ആൾക്കാർ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യണം. പണ്ട് സ്ട്രേറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അത് പല ആംഗിളുകളിലും സ്റ്റൈലിലൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാവരും ഒരു എഡിറ്ററാണ്. എല്ലാവരും മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നു. എല്ലാവരും കളറിസ്റ്റാണ്, മൊബൈലിൽ തന്നെ കളർ ചെയ്യുന്നു. എല്ലാവരും അവനവൻ്റെ ചാനൽസിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എവരിബഡി ഈസ് എ ഫിലിം മേക്കർ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പ്രായമായ ആളുകൾ എന്നുള്ള കൊച്ചു കുട്ടികൾ വരെ ജനിച്ചു വീഴുമ്പോൾ തന്നെ കയ്യിൽ ഈ ഇൻസ്ട്രുമെന്റ് ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഫിലിം മേക്കിങ്ങും ഫിലിമിലെ ആക്ടിങ്ങും ഇതൊക്കെ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. ഭയങ്കര സ്ട്രോങ് കോമ്പറ്റീഷനാണ്. എവരിബഡി ഈസ് എ കോമ്പറ്റീറ്റർ. അപ്പം നമുക്ക് ഹെൽത്തി കോമ്പറ്റീഷനാണ്. നമുക്ക് ആരോടും വൈരാഗ്യം വാശിയും വയ്ക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്രയും അപ്ഡേറ്റ് ആയിരിക്കണം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞ ഈ ആക്ടേഴ്സിനെ ആരും കാണുന്നില്ലായിരുന്നു. എല്ലാവരും സ്ക്രീനിൽ മാത്രമേ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇവർ ജനങ്ങളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് എല്ലാവരും കാണുന്നുണ്ട്. അപ്പം നമ്മുടെ പബ്ലിക് ബിഹേവിയറും നമ്മുടെ അപ്പിയറൻസും അതേപോലെ തന്നെ നമ്മുടെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും എല്ലാം നമ്മൾ ഒരേപോലെ കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഭയങ്കര സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു. എന്തും ഏതും വാർത്തയാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു കടവുദ്ഘാടനത്തിന് പോയാലും അതൊരു വാർത്തയാണ്. അയാളൊരു ബാറിൽ മദ്യപിക്കാൻ പോയാലും അതൊരു വാർത്തയാണ്. അയാളൊരു കല്യാണത്തിന് പോയാലും അതൊരു വാർത്തയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ വളരെ കോഷ്യസായിട്ട്
രണ്ടു തരം റോളുകൾ ചെയ്യണം. ഒന്ന് ഓൺ സ്ക്രീനിലും അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ ഓഫ് സ്ക്രീനിലും അഭിനയിക്കേണ്ടി വരും. പിന്നെ അവനൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഇവിടെയും അല്ല അവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതാണ്. അത് ഇനി വരുന്ന കാലങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ഇപ്പൊ ഇവിടെ ഈ നമ്മൾ വാക്ക് ഉപയോഗിക്കുന്ന പാപ്പരാസി കൾച്ചർ എന്നാണ്. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നു. അപ്പൊ എവരിബഡി ഈസ് ഫോളോഡ് ബൈ സംബഡി എന്നുള്ളൊരിതായി. അപ്പൊ ആരെവിടെ കിട്ടിയാലും ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു ന്യൂസാണ്, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഒരു ന്യൂസാണ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ന്യൂസാണ്. എവരിബഡി ഈസ് ന്യൂസ്. നമ്മുടെ ഫ്രണ്ട്സ് ആരാണ്, നമ്മളെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു. പണ്ടൊക്കെ ആളുകൾ ഇവര് തിരശ്ശീലയിൽ മാത്രമേ, അല്ലാതെ ഇവരെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് എന്താണെന്നോ ഇവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്താണെന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഏത് വണ്ടി ഉപയോഗിക്കുന്നു, എല്ലാം എവരിതിങ്. ഇപ്പൊ ചേട്ടൻ ഡയറക്ഷനെ പറ്റി പറഞ്ഞോളാം ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം ചേട്ടൻ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, കാരണം കുറെ പേഴ്സണൽ ഫേവറേറ്റ് ഫിലിംസ് ഉണ്ട്. ഞാൻ കൂടുതലും ത്രില്ലർ മൂവികളൊക്കെയാണ് കാണുന്നത്, സസ്പെൻസ് ത്രില്ലറുകളൊക്കെ. പക്ഷെ എനിക്ക് കോമഡി മൂവീസും ഇഷ്ടമാണ്, ഡ്രാമ ഇഷ്ടമാണ്, എല്ലാ കൈൻഡ് ഓഫ് മൂവീസും ഇഷ്ടമാണ്. ഡബിങ്ങില് എങ്ങനെയാണ് ഈ വോയിസിന്റെ ചേഞ്ചസ് വരുന്നത്? അതായത് ആ ടൈമിൽ ആക്ടേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവും, ഈ ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവും, ഏജ് ആകുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഡബിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നോർമൽ ചെയ്യേണ്ട ഒരു വോയിസിൽ, അതായത് ആസ് എ ദിനേഷ് പ്രഭാകർ ആയിട്ട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഹൗ യു ഡബ് ആസ് അനദർ പേഴ്സൺ? അല്ല, അനദർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറെ ആക്ടർക്ക് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ കൂടുതൽ ഇപ്പോ റീസെന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പുലിമുരുകനിലും ആമയിലും 2 കൺട്രീസിലൊക്കെ ഡബ് ചെയ്തത് നമ്മുടെ മകരൻ ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞ ഒരാൾക്കാർ. ആ ആക്ടറുടെ ഒരു മാനറിസംസ് ഉണ്ട്, അയാളുടെ ഒരു സ്റ്റൈലും അയാളുടെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതി പിടിച്ചിട്ട് നമ്മളത് ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കണം. അപ്പൊ കുറച്ച് നമ്മളെ സൗണ്ടിൽ നിന്ന് വ്യത്യാസം വരും. പക്ഷെ എത്ര വ്യത്യാസം വന്നാലും അതിന്റെ ഉള്ളിൽ നമ്മുടെ ശബ്ദം ഉണ്ടാവും. ഇപ്പൊ ആളുകൾ ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടി ഡബ് ചെയ്താൽ പോലും അപ്പൊ തന്നെ ആൾക്കാർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഫസ്റ്റ് കമന്റ് വരുന്നുണ്ട്, ഇന്ന ആളല്ലേ ഡബ് ചെയ്തെന്ന് ചോദിച്ചു. അങ്ങനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സിസ്റ്റത്തിന്റെ ഇതോട് കൂടിയിട്ട് നമ്മളത് മാറ്റണം സൗണ്ട്. അപ്പൊ ഞാൻ മിമിക്രിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ മിമിക്രി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടേഴ്സിന്റെ ശബ്ദം അനുകരിക്കുക, അങ്ങനെയൊക്കെയുള്ള മിമിക്രികളായിരുന്നു. ഇപ്പൊ മിമിക്രി ഇത്രയും പറഞ്ഞിട്ട് 10-20 വർഷത്തിനുള്ള ഒത്തിരി ഇവോൾവ് ചെയ്ത് വേറെ രീതിയായി. ഇപ്പോൾ മിമിക്രി ആക്ടേഴ്സിന്റെ ശബ്ദം എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടേഴ്സിന്റെ സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ അവരുടെ സിനിമയിലെ സീൻ ഇട്ടിട്ട് സൈഡിൽ നിന്നിട്ട് ആ സൗണ്ടിൽ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അവരുടെ ലിപ്പിൽ. അതാണ് ഇപ്പോഴത്തെ മിമിക്രി. അല്ലാതെ മറ്റേ സൗണ്ട് മൈക്കിൽ വന്നെടുക്കുന്ന ആ കാലഘട്ടം മാറി. രണ്ട് സ്കിറ്റുകളെല്ലാം തന്നെ അന്ന് എടുത്തുകൊണ്ടിരുന്ന പോലത്തെ കോമഡികളെ അല്ല. ഇപ്പൊ കോമഡികളുടെ വേറെ ലെവലിലേക്കായി കോമഡികൾ. കുറച്ചും കൂടി ലൈവായി, അതേ വേഷത്തിൽ വരാൻ തുടങ്ങി, വേഷവിധാനങ്ങളോടുകൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ലൈവ്, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്ന പോലെയൊക്കെയായി കോമഡി പ്രോഗ്രാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ജയറാമേട്ടനോ അല്ലെങ്കിൽ ദിലീപേട്ടനൊക്കെ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ടോട്ടലി മാറി. മിമിക്രി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇവോൾവ് ചെയ്ത് ഇപ്പൊ ചാനലുകളിലൊക്കെ മിമിക്രി ബേസ് ചെയ്തിട്ട് റിയാലിറ്റി ഷോസ് തന്നെ കണ്ടമാനം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ സ്ഥിരം കാണുന്ന ഒരാൾക്ക് ഇപ്പൊ പഴയ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മള് അന്ന് മിമിക്രി എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ പോകുന്ന ശബ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അത് തന്നെ ഒരു കോമഡിയാണ് അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞ ആ മിമിക്രി ആയിട്ടുള്ള ഒരു ടച്ച് വിട്ടു എന്ന് പറയാൻ കാരണം. എന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ശബ്ദം ഇമിറ്റേറ്റ് ഒക്കെ ചെയ്ത് കാണിക്കുക. അത് പെർഫെക്ഷൻ അല്ല, നമുക്ക് ആ സ്റ്റൈല് കാണിക്കുക എന്നുള്ളത്. ഇതാണ് ഞാൻ ഡബിങ്ങിൽ ഉപയോഗിക്കുന്നത്. ആ അഭിനയിച്ചിരിക്കുന്ന ആക്ടറുടെ മാനറിസംസ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അയാളെ ഏകദേശം മിമിക് ചെയ്തിട്ട് പിന്നെ ആ ശബ്ദത്തിൽ അങ്ങ് ഡബ് ചെയ്യാണ്. അതിപ്പോ ഈ പറഞ്ഞ ഈ മകരൻ ദേശ്പാണ്ഡെയുടെ ഇപ്പൊ 2 കൺട്രീസ് എന്ന് പറയുന്ന ഫിലിമിൽ അദ്ദേഹം കുറച്ച് ഹിന്ദി, ഒരു പട്ടേലർ എന്ന് പറഞ്ഞ കക്ഷിയായിരുന്നു. അപ്പോൾ അയാളുടെ മലയാളത്തിലെ ഒരു ഹിന്ദി ചൊവ്വയില പറഞ്ഞത്. ഇതേ ആള് തന്നെ ഇപ്പൊ പുലിമുരുകനിൽ അഭിനയിച്ചപ്പോൾ പുള്ളി തമിഴിനായിട്ടായിരുന്നു, കാട്ടുകള്ളൻ വീരയ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി ഈ പറഞ്ഞ വിട്ട് കളയരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡബ് ചെയ്ത്. അപ്പോൾ ഒരു തമിഴ് ചൊവ്വയോടുകൂടി അത് ഡബ് ചെയ്ത്. ഇയാളുടെ തന്നെ അമയിലെ ഡബ് ചെയ്തപ്പോൾ പുള്ളി പക്ക നാട്ടുമ്പുറത്തുകാരനായിട്ടാണ്. അപ്പോൾ ഒരു ഷാപ്പിൽ വന്നിട്ട് 2 കുപ്പി കള്ള് ഇങ്ങടുത്ത് എന്ന് പറഞ്ഞിട്ട് അത് നോർമൽ മലയാളം പോലെ ഡബ് ചെയ്തത്. അപ്പോൾ ഒരാളുടെ തന്നെ, പക്ഷെ ആ പടത്തിൽ എന്ത് സ്റ്റൈലാണോ അഭിനയിച്ചിരിക്കുന്നത് ആ സ്റ്റൈലിലാണ്. ഫണ്ണി ഡബിങ്ങുകളും ഉണ്ട്. ഇപ്പൊ ഞാൻ എന്താണ് പടത്തിന് ഡബിൾ ബാരൽ എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഒരു ഇംഗ്ലീഷ് ആക്ടറിന് വേണ്ടി, അദ്ദേഹം ഒരു ബ്ലാക്ക് ആക്ടറാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡബ് ചെയ്തു. അപ്പോൾ ഡബ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളി പറയുന്നത് ആഫ്രിക്കൻ ഭാഷ എന്താണ്. അപ്പോൾ പക്ഷെ നമ്മളിവിടെ അത് ലോക്കൽ ഭാഷയൊക്കെ ഡബ് ചെയ്ത്. എൻ്റെ അത്തിപ്പാറ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ ഡബ് ചെയ്തത്. ചീട്ടി പിടിച്ചിട്ടാണെങ്കിൽ നിന്റെ കാശ് തരുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫണ്ണായിരുന്നു ആ പാട്ട്. അത് ലിജോ സാറ് ചെയ്യിച്ചാണ്. അങ്ങനെ ഇംഗ്ലീഷ് അഭിനയിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലാണ് ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഇംഗ്ലീഷ് ഡബിങ്ങിന്റെ മീതെ നമ്മൾ മലയാളം ഡബ് ചെയ്തു. ചില ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഡബ് ചെയ്ത് വരില്ല, വെടിയുണ്ട വരുന്നു ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളൊരു ഡബിങ് ആയിരുന്നു അത്. ഉണ്ട്. അപ്പൊ ഈ ഡബിൾ ബാരൽ ഇനി എപ്പോഴെങ്കിലും കാണാൻ ശ്രദ്ധിച്ചു. ഈ ബ്ലാക്കി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആ ക്യാരക്ടറിന് അങ്ങനെയാണ് ഭയങ്കര രസകരമായിട്ടാണ് ഡബ് ചെയ്തത്. പിന്നെ ഇനിഷ്യൽ ടൈമിലൊക്കെ നാരായൺ, ഷൈജു കുറുപ്പ് എല്ലാം വേണ്ടി കുറെ പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ അതൊരു ജസ്റ്റ് ഒന്ന് പറയുമോ ലൈക്ക് എല്ലാം മറന്നു. ഞാൻ എനിക്കൊരു നാരായണൻ്റെയൊക്കെ ആദ്യ സമയത്ത് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഏത് സൗണ്ട് ഡബ് ചെയ്താലും അപ്പോൾ തന്നെ നമ്മളെ പിടിക്കും. ആളുകൾ പറയുമ്പോൾ ചേട്ടനാണല്ലോ ഡബ് ചെയ്തെന്നും പറഞ്ഞ് എന്ന് പറയുന്നൊരു ഡബിങ് മൂവിയിലും ഈ മണിരത്നത്തിൻ്റെ പൊന്നിയിൻ സെൽവനിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓൺ സൗണ്ട് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഡബ് ചെയ്തത്. പക്ഷെ ആ കഥാപാത്രത്തിൻ്റെ അനുസരിച്ച് കുറച്ച് മാറ്റം വരുത്തി ചെയ്യും. ഡബിങ് ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഞാൻ പോകത്ത് വെച്ച് ഇപ്പോൾ ആ സമയം ആസ് എൻ ആക്ടർ ഞാൻ എൻ്റെ തന്നെ ഡബ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ കേസസ് ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിച്ചാൽ അല്ലാതെ ഡബിങ്ങിന് പോകുന്നില്ല. അപ്പോൾ പിന്നെ പരസ്യ ചിത്രങ്ങൾ ഓഫ് കോഴ്സ് എനിക്ക് തന്നെ പരസ്യ കമ്പനി ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പരസ്യങ്ങളുടെയും മറ്റാരെങ്കിലും പരസ്യം ഡബ് ചെയ്യാൻ വിളിച്ചാൽ പോകാറുണ്ട്.